മുരിങ്ങയില കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. മുരിങ്ങയില തേങ്ങ അരച്ച കറി. അതിനായി ഇവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്, ദുബായ്. ഇങ്ങനെ പാക്കറ്റിലാണ് ഇവിടെ കിട്ടുന്നത്. നമുക്ക് നാട്ടിൻപുറത്തെല്ലാം പറമ്പിൽ നിന്നും കിട്ടും. പക്ഷേ ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഓപ്പൺ ചെയ്ത് കുറച്ച് മുരിങ്ങയില നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. വേറെ ആവശ്യമുള്ള സാധനങ്ങൾ മുരിങ്ങയിലെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം 2-3 വെള്ളത്തിൽ കഴുകി വെള്ളമെല്ലാം നനവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു വലിയ കപ്പിന് 1 കപ്പുണ്ട്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു 3/4 കപ്പ് തേങ്ങ. ഞാനിതിൽ കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത്. 6 കാന്താരി മുളക്, 2 വെളുത്തുള്ളി, 2 ചുമന്നുള്ളി, നമ്മൾ കറിവേപ്പില ഇതിൻ്റെ കൂടെ ചേർത്ത് നരയ്ക്കാണ്. 3-4 പീസേ ഉള്ളൂ ഇത്. 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും മതി അരപ്പിന്. പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, കടുക്, തേങ്ങ അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം. പിന്നെ കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചേർക്കണം. 3 ചുമന്ന മുളകും. ഇതെങ്ങനെ ഉണ്ടാക്കാൻ? അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. പാൻ ഒന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് കുറച്ച് ചുമന്ന ഉണക്കമുളക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ഉള്ളിയൊക്കെ വരുന്ന മൂത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് മുരിങ്ങയില ചേർക്കാം. വെള്ളമയെല്ലാം പോയ മുരിങ്ങയിലയാണ്. എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ വഴഴുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിൽ 2 വെളുത്തുള്ളി, 2 ചുമന്നുള്ളി, കുറച്ച് കറിവേപ്പില, കാന്താരി, ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ, തിരുമ്മിയ തേങ്ങയും കുറച്ച് വെള്ളവും ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് മുരിങ്ങയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ബാക്കി പിന്നെ നോക്കിയ ശേഷം ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയം നമുക്ക് അരപ്പ് ചേർക്കാം. മുരിങ്ങയില എല്ലാം വഴണ്ട് ചെറുതായിട്ടുണ്ട്. അരപ്പ് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം.
മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിക്കും. കുറച്ച് വെള്ളം മതി. ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഇളക്കിയ ശേഷം ഉപ്പും കൂടെ നോക്കിയ ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. മുരിങ്ങയിലക്കറി റെഡി ആയിട്ടുണ്ട്. കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മുരിങ്ങയിലക്കറിയൊക്കെ തണുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. മുരിങ്ങയിലക്കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ചോറിൻ്റെയും കഞ്ഞിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണിത്.